പ്രൈസ് ദി ലോർഡ്. യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനശക്തി ശുശ്രൂഷയിലേക്ക് യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ചിന്തിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മിക്ക കുടുംബങ്ങളിൽ നടക്കുന്നതാണ്, പക്ഷെ വളരെ വേദനാജനകവുമാണ്. ഇത് മറ്റൊന്നുമല്ല, സ്വത്ത് വിഭജനത്തെക്കുറിച്ചുള്ള തർക്കങ്ങൾ, അതിനുശേഷം ഉണ്ടാകുന്ന വഴക്കുകൾ, ഭിന്നിപ്പുകൾ, സഹോദരങ്ങൾ തമ്മിലുള്ള വഴക്കുകൾ, മാതാപിതാക്കളുമായുള്ള വിയോജിപ്പ്, ഇങ്ങനെ പല പ്രശ്നങ്ങൾ നാം ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ നാം അതിന്റെ ഇരകളാണ്. ഇതല്ലെങ്കിൽ നാം ഇപ്പോൾ ഈ പ്രശ്നത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെല്ലാം ബൈബിളിന്റെ വെളിച്ചത്തിൽ നമുക്കൊന്ന് ധ്യാനിക്കാം. നമ്മുടെ പല കുടുംബങ്ങളിലും മൂത്ത മക്കളാണ് കുടുംബത്തെ ഒരു കരയ്ക്കെത്തിക്കുന്നത്. കാരണം അവരായിരിക്കും കുടുംബത്തിന്റെ ഭാരം വഹിക്കുന്നത്. കാരണം അവർ ജോലി ചെയ്യുന്നു, മാതാപിതാക്കളെ നോക്കുന്നു, സഹോദരങ്ങളെ വിവാഹം കഴിച്ചയക്കുന്നു, സഹോദരങ്ങളുടെ ജീവിതം സെറ്റിലാക്കി കൊടുക്കുന്നു, വീട് നിർമ്മിക്കുന്നു, വീട്ടിൽ ആരെങ്കിലും കല്യാണം കഴിക്കാനുണ്ടെങ്കിൽ അവരെ കല്യാണം കഴിച്ചയപ്പിക്കുന്നു. ഇങ്ങനെ പല രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നത് മിക്കവാറും മൂത്ത മക്കളായിരിക്കും. അങ്ങനെ കുടുംബം ഒന്ന് കരകയറി കഴിഞ്ഞാൽ, സമൂഹത്തിൽ ഒരു സ്ഥാനം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് സെറ്റിലായി കഴിയുമ്പോൾ, സ്വത്ത് വിഭജനം നടക്കുന്ന സമയമാകുമ്പോൾ മാതാപിതാക്കളുടെ പക്ഷപാതം കാരണം ഒരാൾക്ക് മികച്ച പങ്ക് നൽകപ്പെടുകയും മറ്റേയാൾക്ക് നീതി നിഷേധിക്കപ്പെടുകയും അവഗണിക്കപ്പെടുകയും ചെയ്യുന്ന സംഭവങ്ങളും നാം കാണാറുണ്ട്. പലപ്പോഴും കുടുംബത്തിന് വേണ്ടി ഭാരം വഹിച്ചവർ അവസാന സമയം എത്തുമ്പോഴേക്കും, അല്ലെങ്കിൽ ഇങ്ങനെ സ്വത്ത് ഭാഗം വെക്കുന്ന സമയം എത്തുമ്പോഴേക്കും തഴയപ്പെടുന്ന സംഭവങ്ങൾ നാം ധാരാളം കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ പ്രവാസികളായിട്ടുള്ളവർ അവർ വിദേശ രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അവരുടെ പേരിൽ കുറച്ച് സ്വത്തൊക്കെ ആയി കഴിയുമ്പോൾ അവരുടെ ഫലം അനുഭവിച്ച മാതാപിതാക്കൾ, സഹോദരങ്ങൾ ഇവരെല്ലാം ചേർന്ന് അവരെ തഴയുന്നതും നാം കണ്ടിട്ടുണ്ട്. അവരുടേതായ പേരിൽ സമ്പാദ്യമുണ്ടല്ലോ, അവർക്കിനി പൈതൃക സ്വത്തിന്റെ ആവശ്യമില്ല എന്ന് പറയുന്ന മാതാപിതാക്കളെയും നാം കണ്ടിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ നമ്മുടെ അവസ്ഥകൾ പലതാണ്. ഞാൻ പറഞ്ഞതും പറയാത്തതുമായ പല അവസ്ഥകളിലൂടെ കടന്നു പോകാറുണ്ട്. പക്ഷേ ഇതിനെയെല്ലാം ബൈബിളിന്റെ വെളിച്ചത്തിൽ നാം കാണുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് എന്താണ് സംസാരിക്കുന്നത്? ഇതിനായി നാം ഒരു കുടുംബത്തെ ബൈബിളിൽ നിന്ന് എടുക്കുകയാണ്. അവരുടെ കുടുംബ ചരിത്രത്തിലേക്ക് നാം ഒന്ന് എത്തി നോക്കുകയാണ്. മറ്റാരുമല്ല, ഇസഹാക്കും റബേക്കയും, അപ്പനും അമ്മയും, ഏസാവും യാക്കോബും, 2 പുത്രന്മാർ. ഇവരുടെ ജീവിതമാണ് നാം കാണുന്നത്. നമുക്കെല്ലാവർക്കും ബൈബിൾ വായിച്ച് നല്ല പരിചയമുള്ളതാണ്. അതുകൊണ്ട് വളരെ ചുരുക്കി പറയാം. ഇസഹാക്കിന് പ്രായമേറെയായി, കണ്ണ് കാണാതെയായി, മക്കളെ തിരിച്ചറിയാനുള്ള കഴിവ് കുറഞ്ഞു തുടങ്ങി. ഈ സമയത്ത് ഇസഹാക്ക് തീരുമാനിക്കുകയാണ് മക്കളെ അനുഗ്രഹിക്കാൻ. എന്നാൽ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് അമ്മയായ റെബേക്ക കുശാഗ്ര ബുദ്ധിയോടെ പ്രവർത്തിച്ചു. തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇളയ മകനായ യാക്കോബിന് അനുഗ്രഹം മുഴുവൻ ലഭിക്കുന്നതിനു വേണ്ടി ഇസഹാക്കിന്റെ അടുത്തേക്ക് വളരെ കുശാഗ്ര ബുദ്ധിയോടെ തന്ത്രങ്ങളോടുകൂടി പറഞ്ഞയക്കുന്നു. അങ്ങനെ യാക്കോബ് ചതിയിലൂടെ ഇസഹാക്കിൽ നിന്നും അനുഗ്രഹങ്ങൾ തട്ടിയെടുക്കുന്നു. എന്താണ് സംഭവിച്ചത്? ഏസാവ് വളരെയധികം മനോവിഷമത്തിലൂടെ കടന്നുപോയി. ഏസാവിന് ഈ ചതിപ്രയോഗം സഹിക്കാൻ സാധിച്ചില്ല. എന്നാൽ നാം പിന്നീട് വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഏസാവിന് ധാരാളം സമ്പത്ത് നൽകി ദൈവം അനുഗ്രഹിച്ചു. പക്ഷെ നാം യാക്കോബിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ എന്ത് കാണാൻ സാധിക്കും? യാക്കോബിന് അനുഗ്രഹങ്ങൾ തട്ടിയെടുത്തെങ്കിലും ഒരിക്കലും സ്വസ്ഥത ലഭിച്ചില്ല. അവന് സ്വന്തം രാജ്യം വിട്ട്, സ്വന്തം ദേശം വിട്ട് ഓടിപ്പോകേണ്ടി വന്നു. ഭയവും കുറ്റബോധവും അവനെ അലട്ടി. ചതിക്ക് പകരം ചതി ലഭിച്ചു. ആഗ്രഹിച്ച ഒരു യുവതിയെ പോലും സമയത്ത് അവന് വിവാഹം കഴിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ധാരാളം സഹനങ്ങൾ അവനെ പിന്തുടർന്നു. റെബേക്കയുടെ അവസ്ഥ എന്തായി? അമ്മയ്ക്ക് സ്വന്തം മകനെ മരിക്കുന്നതിന് മുന്നേ കാണാൻ സാധിച്ചില്ല. യാക്കോബ് വീട് വിട്ടിറങ്ങിയതിനു ശേഷം അമ്മയ്ക്ക് മകനെ കാണാൻ സാധിച്ചിട്ടില്ല എന്നാണ് ബൈബിൾ പറയുന്നത്. അങ്ങനെ ആ കുടുംബം ശിഥിലമായി, ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടു. ഏസാവ് ഒരു വഴിക്ക്, യാക്കോബ് വേറൊരു വഴിക്ക്. ആ കുടുംബത്തിൽ സമാധാനമില്ലാതെയായി, ആ കുടുംബം ശിഥിലമായി. ഇന്ന് ഈ ബൈബിൾ ഭാഗം നമുക്ക് നൽകുന്ന പാഠം എന്താണ്? നമ്മളെ ഓരോരുത്തരെയും ഈ കഥാപാത്രങ്ങളുടെ സ്ഥാനത്ത് വെച്ചാൽ, അപ്പന്റെയും അമ്മയുടെയും മക്കളുടെയും സഹോദരങ്ങളുടെയും ഒക്കെ സ്ഥാനത്ത് വെച്ചാൽ എന്താണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വഞ്ചനയിലൂടെയും ചതിയിലൂടെയും നേടിയെടുത്തതൊന്നും ഒരിക്കലും നിലനിൽക്കുകയില്ല. അതെല്ലാം സഹനങ്ങളായി നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. മാതാപിതാക്കൾ എപ്പോഴും ശ്രദ്ധിക്കണം, തങ്ങൾക്കാകുന്ന കാലത്ത്, കണ്ണ് നന്നായി കാണുമ്പോൾ, നന്നായി കേൾക്കാൻ സാധിക്കുമ്പോൾ, അറിവും ഓർമ്മയും ഒക്കെ ഉള്ള സമയത്ത് മക്കൾക്ക് കൊടുക്കേണ്ടത് കൊടുത്ത്, നീതിയായി കൊടുത്ത്, സ്വത്ത് ഭാഗം വെച്ച് അവരെ മാറ്റിവിടണം. അതാണ് അതിന്റെ ശരിയായ രീതി. അതുപോലെ തന്നെ സഹോദരങ്ങൾ ചിന്തിക്കണം, അന്യായമായും വെട്ടിച്ചും ഞാൻ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതൊന്നും എനിക്ക് ഒരിക്കലും നിലനിൽക്കുകയില്ല. ഈ ഒരു ബോധം നമുക്ക്, വിശ്വാസികളായ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ കുടുംബം തകരില്ല, കുടുംബത്തിൽ സമാധാനം എന്നേക്കും നിലനിൽക്കും.
ആമേൻ. ഇതുപോലെ തന്നെ നാം കാണുന്ന വേറൊരു സംഭവമാണ് അബ്രാഹവും ലോത്തും. അവിടെ അവർക്ക് ധാരാളം സ്വത്തുണ്ടായിരുന്നു, മൃഗങ്ങളുണ്ടായിരുന്നു. അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കാതെ വന്നു, സ്ഥലം തികയാതെ വന്നു. ഇടയന്മാർ തമ്മിൽ തർക്കങ്ങളുണ്ടായി, കുടുംബ സമ്മർദ്ദം വർദ്ധിച്ചു. അപ്പോൾ അബ്രാഹം കുടുംബ സമാധാനം നിലനിൽക്കാൻ വേണ്ടി, ഭിന്നത ഉണ്ടാകാതിരിക്കാൻ വേണ്ടി രണ്ടായി പിരിയാൻ തീരുമാനിച്ചു. അബ്രാഹം ലോത്തിനോട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള ഭാഗം തിരഞ്ഞെടുക്കുക. ലോത്തിന് മുൻഗണന കൊടുത്തു. ലോത്ത് എന്താണ് ചെയ്തത്? ഏറ്റവും നല്ല ഭാഗം, കാതലായ ഭാഗം തിരഞ്ഞെടുത്തു. അതിനുശേഷം അബ്രാഹം മിച്ചമുള്ള സ്ഥലം തിരഞ്ഞെടുത്തു. രണ്ടുപേരും രണ്ടു വഴിക്ക് യാത്രയായി. പിന്നീട് നാം കാണുന്നുണ്ട്, അബ്രാഹം സമർത്ഥമായി അനുഗ്രഹിക്കപ്പെട്ടു. ലോത്തിന് എന്താണ് സംഭവിച്ചത്? സ്വാർത്ഥത മൂലം നല്ലതെന്ന് കരുതി തിരഞ്ഞെടുത്തത്, കൺമുമ്പിൽ നല്ലതെന്ന് കരുതി കണ്ണായ സ്ഥലം, നല്ല സ്വത്ത്, നല്ല ഭൂമി, കൺമുമ്പിൽ നല്ലതെന്ന് കണ്ടത് തിരഞ്ഞെടുത്ത ലോത്തിന് എന്താണ് സംഭവിച്ചത്? അത് മുഴുവൻ നഷ്ടമായി. മാത്രമല്ല, ശത്രുക്കളുടെ ഇടയിൽ പെട്ടപ്പോൾ രക്ഷിക്കാൻ അബ്രാഹം പോകേണ്ടിയും വന്നു. അബ്രാഹം സ്വത്തിനേക്കാൾ കൂടുതൽ സമാധാനത്തിനാണ് മുൻതൂക്കം കൊടുത്തത്. അതുകൊണ്ട് അവകാശവാദം ഉന്നയിക്കാൻ പോയില്ല. എന്തുകൊണ്ട് എനിക്ക് നല്ല ഭാഗം തന്നില്ല എന്ന് പറഞ്ഞില്ല. ഒന്നും ചോദിച്ചു വാങ്ങിക്കാനോ പിടിച്ചു വാങ്ങിക്കാനോ പോയില്ല. കിട്ടിയതും കൊണ്ട് അബ്രാഹം പിൻവാങ്ങി. കിട്ടിയതും കൊണ്ട് ഞാൻ പിൻവാങ്ങുമ്പോൾ എന്നെ അനുഗ്രഹിക്കുന്നത് ദൈവമാണ്. ഞാൻ തർക്കിക്കാതെ പിൻവാങ്ങുമ്പോൾ എന്നെ അനുഗ്രഹിക്കുന്നത് ദൈവമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഇവിടെ ആരെങ്കിലും, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇങ്ങനെയൊരു വിഷമത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, അർഹിച്ചത് കിട്ടിയില്ല എന്നൊരു വിഷമത്തിലിരിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വചനം സംസാരിക്കുകയാണ്. ദീർഘകാലത്തേക്കുള്ള അനുഗ്രഹം, അബ്രാഹത്തിന് നൽകിയതുപോലുള്ള അനുഗ്രഹം ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ധൈര്യമായിരിക്കുക, ദൈവം നീതിമാന്റെ പക്ഷത്തായിരിക്കും. ആമേൻ. ഗലാത്യ 6:7 പറയുന്നുണ്ട്, നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കാനാവില്ല. വിതയ്ക്കുന്നത് കൊയ്യുക തന്നെ ചെയ്യും. നാം വിതയ്ക്കുന്നതാണ് നാം കൊയ്യുന്നത്. യാക്കോബ് ചതി വിതച്ചു, ചതി കൊയ്തു. അമ്മയായ റെബേക്ക കുശാഗ്ര ബുദ്ധിയോടെ പ്രവർത്തിച്ചു. അവർക്ക് സഹിക്കേണ്ടി വന്നു. അതുകൊണ്ട് ഈ ജീവിതങ്ങളിൽ നിന്ന് ദൈവികമായ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താം. നീതിയുള്ളവരായിരിക്കാം. അനീതിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാം. മാതാപിതാക്കൾ ശ്രദ്ധിക്കട്ടെ, സഹോദരങ്ങൾ ശ്രദ്ധിക്കട്ടെ. കുടുംബത്തിന്റെ സമാധാനം അബ്രാഹത്തെ പോലെ നമുക്ക് മുൻഗണനയായിരിക്കട്ടെ. ആമേൻ. ദൈവം നമ്മളെ എല്ലാ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വേദനയിൽ കഴിയുന്നവരെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. വചനശക്തിയാൽ നിറയ്ക്കട്ടെ. നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാം. ആമേൻ.